ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കണ്ടാലോ? എന്നാൽ പോരെ, നമുക്ക് കാണാം. രാവിലെ വിളക്കൊക്കെ കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു, കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണുന്നത് എന്ത് രസമാണ് അല്ലേ? പക്ഷികളെയും പക്ഷികളുടെ സ്വരവും ഒക്കെ കണ്ട് കുറച്ച് നേരം നമ്മളെല്ലാവരും നിൽക്കാറുണ്ടല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന് കട്ടൻ കാപ്പി കുടിക്കാറുമുണ്ടല്ലേ. പിന്നെ അത് കഴിഞ്ഞ് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു, അരി ഇടാനുള്ള വെള്ളം വെച്ചു, അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ പിന്നെ കറി വെക്കാനുള്ളതെല്ലാം അടുപ്പിച്ച് വെച്ചു. പിന്നെ നമ്മൾ അരിയിട്ടു, വെള്ളം തിളച്ചപ്പോൾ അരിയിട്ടു, കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചു. പിന്നെ ചായ വെക്കണ്ടേ, ചായക്കുള്ള പാലൊക്കെ തിളപ്പിച്ച് വെച്ചു, ചായ തിളപ്പിച്ചെടുത്തു, എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു, ചായ കുടിച്ചു. അതിനിടയ്ക്ക് അരി ഇടുകയും വെള്ളം തിളപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു, കണ്ടല്ലോ. പിന്നെ അതിന് ശേഷം നമ്മൾ കാപ്പിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, കഴിക്കണ്ടേ രാവിലെ ഉള്ളൂ. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചു, ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി, ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ അങ്ങ് കഴിച്ചു. പിന്നെ ഉച്ചക്കത്തേന് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതിന് മത്തങ്ങ അരിശ്ശേരി വെച്ചു. പിന്നെ നമ്മുടെ സോയ മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ നമ്മൾ 4 മണി ആറായപ്പോൾ നമുക്ക് വിശപ്പുണ്ടല്ലോ, അപ്പോൾ ചായ കുടിക്കണ്ടേ, അപ്പോൾ ചായ കുടിച്ചു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നുണ്ട്. നമ്മൾ പഴംപൊരിയും ഉള്ളിവടയും കൂടെ വാങ്ങിച്ച് അതും കഴിച്ചു. ഉണ്ടാക്കാൻ മടിയായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ച് കഴിച്ചു. എന്നാൽ നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് പതിവ്. പിന്നെ നമ്മുടെ ഈ ചൂട് കാരണം നമുക്ക് AC ഇല്ലാതെ പറ്റുകയില്ല, അപ്പോൾ അതും വേണമെന്നൊരു തോന്നലുണ്ടായി, അത് വാങ്ങിച്ചു. അതൊക്കെ ഇല്ലാതെ കഴിയാമെന്നാണ് വിചാരിച്ചു. ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഇല്ലാതെ പറ്റത്തില്ല. പിന്നെ അത് വാങ്ങി, അത് ഫിറ്റ് ചെയ്യാൻ ആൾക്കാർ വന്നു, അങ്ങനെ കുറേ സമയം പോയി. പിന്നെ നമുക്ക് മോരുകറി ഉണ്ടാക്കി, മോരുകറി നല്ല പഴവിട്ട് ഏത്തക്കായിട്ട് മോരുകറി ഉണ്ടാക്കി വെച്ചു. പിന്നെന്താണ്, പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കി. വൻപയർ മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ. നല്ലപോലെ വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ ഇട്ട് അങ്ങോട്ട് അതുണ്ടാക്കി വെച്ചു. പിന്നെ നമുക്ക് ബീറ്റ്റൂട്ട് കിച്ചടി എനിക്ക് നല്ല ഇഷ്ടമാണ്, അതുണ്ടാക്കി വെച്ചു. അപ്പം അത് കഴിക്കാനുള്ളതായി. പിന്നെ ഗോതമ്പട ഉണ്ടാക്കി. ഇഷ്ടമാണ് എല്ലാവർക്കും ഗോതമ്പട. നല്ല തേങ്ങയും ശർക്കരയും ജീരകവും ഒക്കെ തേച്ച് അതെല്ലാം കൂടെ ഇട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് നെയ്യൊക്കെ അങ്ങോട്ട് പുരട്ടി, നെയ്യൊക്കെ ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ല സൂപ്പർ ഗോതമ്പ് അട ഉണ്ടാക്കി, അത് കഴിച്ചു. അപ്പോൾ എന്താ, ഗോതമ്പ് എപ്പോഴും നമുക്ക് നല്ലതാണല്ലോ. നെയ്യൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലതാണ്. നെയ്യും ശർക്കരയും തേങ്ങയും ഇട്ടുള്ള ആ ഒരു മിക്സ് എന്ത് ടേസ്റ്റാണെന്നറിയാം. അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അത് കഴിച്ചു. അങ്ങനെ 1-2 ദിവസത്തെ കാര്യങ്ങളാണ്, കുറച്ച് കാര്യങ്ങളെ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഇനിയുണ്ട്, ഇനി ബാക്കി ഒരു ദിവസത്തെ ഫുള്ളായിട്ട് കാണിക്കാം. അതിപ്പം 2 ദിവസത്തെ മിക്സ് ചെയ്താണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അതിനിടയ്ക്ക് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് ഒരു ദിവസത്തെ ഫുള്ളായിട്ട് കാണിക്കാമെന്ന് വിചാരിക്കും. നമ്മുടെ രാവിലെ തൊട്ടുള്ള വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണിക്കാവുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, കറികളൊന്നും റെസിപ്പിയായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടില്ല, കാരണം നമ്മളത് വേറെ വീഡിയോസ് ഇടുന്നുണ്ടല്ലോ. അപ്പം ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് മാത്രം.